ഒ അബ്ദുള്ളയിലേക്ക് പോവാണ്. ശ്രീ ഒ അബ്ദുള്ള, ജിഫ്രി തങ്ങളുടെ നിലപാടിനെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? ഇപ്പോഴും കാലം എത്ര മാറിയിട്ടും ഒരു നിലപാട് എടുക്കുന്നതിൽ ഇപ്പോഴും സംസ്ഥയ്ക്കും അല്ലെങ്കിൽ ജിഫ്രി തങ്ങളെ പോലുള്ള നേതാക്കന്മാർക്കും ഇപ്പോഴും സ്ത്രീകൾക്ക് എപ്പോഴും സ്ത്രീകൾ മുന്നോട്ട് വരരുത് എന്നുള്ള ഒരു നിലപാട് എവിടെയൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ജിഫ്രി ടേൺസ് ദ ക്ലോക്ക് ബാക്ക് എന്ന് അതിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ഘടികാരത്തിലെ സൂചി പിറകോട്ട് പിടിച്ചു വലിക്കുക ഒരിക്കലും തന്നെ അനുവദിക്കാൻ കഴിയുന്നതല്ല. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം വിവരക്കേടുകൾ വിളമ്പാൻ വേണ്ടിയാണ്. പറയല്ല നിവൃത്തിയില്ല. ജിഫ്രി തങ്ങളുടെ പ്രായത്തിനോടും അദ്ദേഹത്തിന്റെ അറിവിനോടും ഒക്കെയുള്ള ബഹുമാനത്തോടൊപ്പം തന്നെ എന്ത് കാരണത്താൽ എന്ത് അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ വചനങ്ങൾ, ഒന്നുകിൽ ദൈവത്തിന്റെ വിശുദ്ധ ഖുർആനിലുള്ള വചനങ്ങൾ, അല്ലെങ്കിൽ പ്രവാചകന്റെ വചനങ്ങൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ജീവിത രീതി, ഇത് ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ കഴിയില്ല. തൊലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, വിദ്യ അന്വേഷിക്കുക, തേടുക, അത് ആർജിക്കുക എന്നത് എല്ലാ മുസ്ലിമായ ആണിന്റെയും പെണ്ണിന്റെയും ബാധ്യതയാണെന്ന് പ്രവാചകൻ പറയുമ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തെ ഈ പ്രവാചകന്റെ അനന്തരവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിനെ പറയേണ്ടത്? അറബി ഭാഷ പറയുകയാണെങ്കിൽ ഫർമുഹില്ല ഹൈത്തുന്ന ഇമാം ഷാഫി പറഞ്ഞൊരു വാചകമാണത്. മതിലേക്ക് വലിച്ചെറിയ വാചകങ്ങൾ, അതിനൊന്നും വേണ്ടത്ര നമ്മൾ കവറിയും തന്നെ കൊടുക്കാൻ പാടില്ല, അപ്രസക്തമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ എത്ര പണ്ഡിതകളുണ്ട്. പ്രവാചകന്റെ ഭാര്യ ആയിഷ, അവരെങ്ങനെ ഇത്രയും വലിയ വിദുഷിയത് കേട്ട് പഠിച്ചും അതിനായിട്ട് അന്വേഷിച്ചും ബസ്രയിൽ വരെ അക്കാലത്ത് യാത്ര ചെയ്യാൻ വളരെ പ്രയാസമുള്ള കാലത്ത് ഒരു വചനം, പ്രവാചകന്റേതായ ഒരു വചനമുണ്ടെന്ന് കേട്ടിട്ട് അത്രയും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചതൊക്കെ ആർജിച്ചു വന്ന സ്ത്രീയാണിത്. പിന്നെ ചൈനയിൽ പോയിട്ടെങ്കിലും പഠിക്കൂ. പിന്നെ ഉത്തരബിസീൻ, അക്കാലത്ത് ചൈന വളരെ അകന്നുണ്ട. പക്ഷെ ഇക്കാലത്ത് ചൈനയിൽ തന്നെ നമ്മൾ പോയി പഠിക്കേണ്ടത്. പല കാര്യത്തിലും അറിവിന്റെ കാര്യത്തിൽ അവർ വളരെ മുമ്പന്തിയില്ല. അത് എല്ലാവർക്കും ബാധകമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ ഉണ്ടായിരിക്കും. സ്ത്രീകൾ വലിയ തോതിൽ മുന്നേറ്റം നടത്തുകയും ചെയ്യുമ്പോൾ ചില നിബന്ധനകൾക്ക് വിധേയമാണ്. സ്ത്രീകൾക്ക് നിബന്ധനകളുണ്ട്, പുരുഷന്മാർക്ക് അവരുടേതായ നിബന്ധനകളുണ്ട്. അതിപ്പോൾ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ കുല്ലിൽ മോമിനോ യഗ്ളുമിൻ അബ്സാരി മഹഫദു ഫുറൂജഹും, ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു പെൺകുട്ടി മുന്നിൽ വരികയാണെങ്കിൽ അങ്ങോട്ട് ദൃഷ്ടി ലക്കൻ നിലർത്തലൂല, ഒരു നോട്ടം നോക്കുക എന്നല്ലാതെ അങ്ങോട്ട് തറച്ച് നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീ പുരുഷനെ നോക്കാൻ പാടില്ല എന്നത് ഒഴിച്ച് നിർത്തിയാൽ ഇത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. അല്ലാതെ ഒരു കൂട്ടര് പിന്നെ പുരുഷന്മാർ അതിൽ വരുമെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പോകാൻ പാടില്ല, കോളേജിൽ പോകാൻ പാടില്ല എന്നുള്ള വിവരക്കേടെന്ന് അതിന് പറയേണ്ടത്. ഇതെന്താ പറയുക, മുസ്ലിം സമുദായത്തിലെ ഈ യാഥാസ്ഥിക വിഭാഗം അവർക്കൊരു തങ്ങന്മാരെ എവിടെയെങ്കിലും ഒന്ന് സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് എന്നിട്ട് എന്തു ചെയ്യാം, എന്ത് നെറികേടും ചെയ്യാം, ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. തങ്ങൾ ഈ തങ്ങൾമാർക്ക് അതുപോലത്തെ സ്ഥാനം ഇസ്ലാമിൽ ഇല്ല. പ്രവാചകന്റെ വഫാത്ത്, മരണത്തിന് ശേഷം ഒരു തങ്ങളെ അല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളെ അല്ല പ്രവാചകൻ അനന്തരമായിട്ട് ഖലീഫയായിട്ട് എടുത്തത്. അബൂബക്കർ അദ്ദേഹത്തിന് ആ ഗോത്രത്തിൽപ്പെട്ട ആളല്ല. രണ്ടാമത്തെ എടുക്കുന്ന ഉമർ അതിൽപ്പെട്ട ആളല്ല. ഉസ്മാൻ അതിൽപ്പെട്ട ആളല്ല. പിന്നീട് അലി വന്നു, പ്രശ്നങ്ങൾ ഉണ്ടായി ചെയ്തു. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചരിത്രം പഠിച്ചുകൊണ്ട് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിക